ഇനി പ്രതീക്ഷയില്ലേ? ദൈവം ഭൂമിയിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ സ്വർഗത്തിലെ ക്രിസ്ത്യാനികൾക്കായി അവൻ നിർവഹിക്കാൻ പോകുന്ന പൂർണ്ണവും ശാശ്വതവുമായ പ്രവൃത്തിയുടെ മുൻനിഴലാകുന്നു. ഇനി താങ്കൾ ഒരിക്കലും സുഖമാകില്ല എന്നത് നിരാശാജനകമാണ്. മാർക്കോസ് 5:25 മുതൽ 34 വരെ. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറെയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്നും പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു. ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞ് എൻ്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിരക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടത് ആർ എന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ടുവന്നു അവൻ്റെ മുമ്പിൽ വീണു. വസ്തുത ഒക്കെയും അവനോട് പറഞ്ഞു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്ക എന്ന് പറഞ്ഞു. ഇന്നു തന്നെ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരൂ എന്ന് ദൈവം എല്ലാ നിരാശരായ ആളുകളെയും ഉത്ബോധിപ്പിക്കുന്നു. പുതിയ ക്രിസ്ത്യാനി ഉടൻ തന്നെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു. ഇപ്പോൾ സ്വർഗത്തിലേക്ക് പോകാൻ ആത്മവിശ്വാസത്തോടെ കാത്തിരിക്കാം. അവിടെ നമ്മുടെ എല്ലാ വേദനകളും രോഗങ്ങളും എന്നേക്കുമായി സുഖപ്പെടും. തികഞ്ഞ സന്തോഷം, തികഞ്ഞ ശരീരം, തികഞ്ഞ ബന്ധങ്ങൾ, അവസാനമില്ലാത്ത തികഞ്ഞ സ്നേഹം. എന്നെ പാപത്തിൽ നിന്ന് കഴുകിക്കളയുക. ദൈവത്തിൻ്റെ കുഞ്ഞാടെ, എന്നെ കഴുകൂ. എന്നെ പാപത്തിൽ നിന്ന് കഴുകിക്കളയുക. നിന്റെ പ്രായശ്ചിത്ത രക്തത്താൽ എന്നെ ശുദ്ധീകരിച്ചാലും എല്ലാ കറയിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കണമേ. അങ്ങയോട് വീണ്ടും അനുരൂപമാകുവാൻ ഇടയാക്കിയാലും എൻ്റെ അകതാരിൽ സ്നേഹവും കാരുണ്യവും മാത്രം നിറയപ്പെടട്ടെ. ദൈവത്തിൻ്റെ കുഞ്ഞാടെ, എന്നെ കഴുകൂ. എന്നെ പാപത്തിൽ നിന്നും കഴുകിക്കളയുക. എൻ്റെ അകം മുഴുവൻ ശുദ്ധമായി അങ്ങേപ്പോലെ ആകാൻ ഞാൻ കൊതിക്കുന്നു. അങ്ങയുടെ മുറിവേറ്റ ഭാഗത്ത് നിന്ന് ചൊരിഞ്ഞ രക്തധാര എൻ്റെ ഹൃദയത്തിൽ ചൊരിഞ്ഞ് എന്നെ എൻ്റെ പാപങ്ങളിൽ നിന്ന് കഴുകിയാലും. വിശ്വാസത്താൽ നിന്റെ ശുദ്ധീകരണ രക്തം ഇപ്പോൾ എന്നെ ശുദ്ധിയുള്ളവനാക്കുന്നു. അങ്ങ് എനിക്ക് വളരെ അടുത്താണ്. അങ്ങിലുള്ള എൻ്റെ വിശ്രമം എത്ര മധുരതരമാണ്. ഓ അനുഗ്രഹീതമായ പരിശുദ്ധി, രക്ഷിക്ക, പാപത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ കുഞ്ഞാടെ, എന്നെ കഴുകൂ. എന്നെ പാപത്തിൽ നിന്ന് കഴുകണമേ. ഞാൻ അങ്ങിൽ ആശ്രയിക്കുമ്പോൾ അങ്ങ് എന്നെ ശുദ്ധമായി സൂക്ഷിക്കും. എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഹൃദയം, ജീവിതം, വർഷം എല്ലാം അങ്ങയുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. ഞാൻ അങ്ങയെ മുറുകെ പിടിക്കുന്നു. ഞാൻ എല്ലാ പാപങ്ങളിൽ നിന്നും രക്ഷിക്കപ്പെട്ടു.